പിശാചിൻ്റെ സ്ഥിതി, ഡെവിൾസ് പൊസിഷൻ ഇൻ ബൈബിൾ. ഈ ഒരു അഡ്രസ്സിങ് അല്ലെങ്കിൽ പിശാചിൻ്റെ സ്ഥിതി, സാധാരണ പിശാചിനെ കുറിച്ച് ഞാൻ അധികം പറയാറില്ല. പക്ഷേ പിശാചിന് ഒത്തിരി പ്രാധാന്യം മനുഷ്യർ കൊടുക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച്, അതിൻ്റെ വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വചനം എടുക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ച ഒരു സൃഷ്ടി മാത്രമാണ് പിശാച്. സർവ്വസൃഷ്ടിയാകുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പിശാച് വലിയ ആളൊന്നുമല്ല. പക്ഷേ ദൈവം സൃഷ്ടിച്ച മനുഷ്യർ നമ്മൾ പിശാചിന് അടിമയാകുമ്പോൾ പിശാചിനെ വലുതായിട്ട് നമുക്ക് തോന്നിക്കുന്നു. അതും ഒരു ഇല്യൂഷൻ മാത്രമാണ്. ക്രിസ്തു ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നൊരു വാക്യമാണ് സകലതും പൂർത്തിയാക്കിയെന്ന്. യേശുക്രിസ്തു കടന്നു വന്നത് പാപത്തിന്, അതായത് പിശാചിൻ്റെ നുണയ്ക്ക് അടിമയായിട്ടുള്ള നമ്മളെ, സ്വർഗസിംഹാസനത്തിൻ്റെ കൂട്ടാളികളാകുന്ന നമ്മളെ, പരദീസയിൽ ജീവിക്കേണ്ടവരായ നമ്മൾ, പിശാചിന് അടിമയായിട്ട് നമുക്ക് പരദീസയും നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ ആത്മാവും നഷ്ടപ്പെട്ടു, ദൈവ ചൈതന്യവും നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ദുരിതമായിട്ട് ജീവിക്കുന്ന ഒരു ലോകത്തിൽ പിശാച് കുറേ കളി കളിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവമക്കൾക്ക് വിടുതലുണ്ട്. ദൈവമക്കളെ യഥാസ്ഥാനപ്പെടുത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിശാചിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇത് പറയാനൊരു റീസൺ ഉണ്ട്. എൻ്റെ കൂടെ വചനം പറയും, പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പലർക്കും പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇത്രയും ദൈവത്തോട് അടുത്തിരുന്നിട്ട് നിനക്ക് എന്താ ഈ പ്രയാസം വരുന്നതെന്ന്, എന്താ ഇത്രമാത്രം നിനക്ക് തലവേദനയാണ്, പ്രയാസമാണ്, ഉറക്കം വരുന്നില്ല, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെയും പിശാചിൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയാമോ എന്ന്. എല്ലാം അറിയാം, ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ല, അറിയാമെങ്കിൽ ഈ ദുഷ്ടശക്തി വന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പം തലവേദന പോകും, പ്രാർത്ഥിച്ച് കഴിയുമ്പം പിന്നെയും വരിക, പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ചിരിക്കാൻ തുടങ്ങും, പ്രാർത്ഥന തീർക്കുമ്പം പിന്നെയും നമ്മൾ പുറകോട്ട് പോവുക. അപ്പോൾ ഈ ഒരു പോക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യേ, നീ യെശയ്യാ പ്രവാചകൻ 14-ാം അധ്യായം എടുത്ത് വായിക്കേ, പിശാചിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് വ്യക്തമായിട്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറയുമായിരുന്നു, ഇതൊന്നും അതിന് മിക്കവർക്കും അറിഞ്ഞുകൂടാ, ആർക്കും അറിയത്തില്ല. ആ കുട്ടി സമ്മതിച്ചു, ഇത് അറിയത്തില്ലായിരുന്നു, ഇപ്പോഴാണ് അതോടുകൂടി എൻ്റെ തലവേദന മാറുകയാണ്. തലവേദന മാറ്റിക്കാൻ കഴിവുള്ള ദൈവവചനത്തിലാണ് ആശ്രയിക്കുന്നത് എങ്കിൽ, അതായത് ഈ ദുഷ്ടൻ കൊണ്ടുവരുന്ന എല്ലാ സ്ട്രെസ്സും എല്ലാ ടെൻഷനും എൻ്റെ ശരീരത്തിനകത്ത് കയറ്റി എനിക്ക് രോഗം വരുത്തുന്നുവെങ്കിൽ, രോഗം എന്ന് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പിന്നെന്താ ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമന്ദത, പിന്നെ എൻ്റെ സൈക്യാട്രിക് പ്രോബ്ലം, എല്ലാത്തിൻ്റെയും പ്രധാന ഘടകം നമ്മളെ സൃഷ്ടിച്ച സ്ഥിതിയിൽ നമ്മൾ മാറി ജീവിക്കുന്നതുകൊണ്ടല്ലേ. അതായത് സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണ്, നമ്മുടെ വീട്ടിലൊരു ഫ്രിഡ്ജുണ്ട്, അതിനകത്ത് ഭക്ഷണം കയറ്റി വെച്ച് ഏതായാലും ഭക്ഷണം ഉണ്ടാക്കാനൊക്കത്തില്ല. ചൂടാക്കി ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ കുക്കറെ കയറ്റി വെക്കണം, അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ മുകളിൽ കയറ്റി വെക്കണം. സ്റ്റൗവിൻ്റെ ജോലി ഫ്രിഡ്ജ് ചെയ്യത്തില്ല, ഫ്രിഡ്ജിൻ്റെ ജോലി സ്റ്റൗവും ചെയ്യത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, നമ്മളെ സൃഷ്ടിച്ചപ്പം ദൈവത്തോടുകൂടെ ജീവിക്കാനായിട്ട് സൃഷ്ടിച്ച നമ്മൾ ഇപ്പോൾ പിശാചിന് അടിമയായിട്ട് ജീവിച്ചാൽ ഈ ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് മിക്ക അസുഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഈ ലോകത്തിൽ വരുന്നത് നമ്മളത് ചിന്തിക്കുന്നില്ല. എന്നിട്ട് പ്രശ്നം വരുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റവും പറയും, ദൈവമാണോ ഇത് ചെയ്തത്, നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. പക്ഷെ നമ്മൾ വരുത്തി വെച്ചു എന്നും പറഞ്ഞ് വേദനിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ പൊസിഷൻ റീടേക്ക് ചെയ്തിട്ട് ദൈവത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ വളരാനാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. അതിനുള്ളതാണ് എടുക്കുന്നത്. യെശയ്യാ 14:19, നിന്നെയോ നിന്ദ്യമായൊരു ചുള്ളിയെപ്പോലെയും വാൾ കൊണ്ട് കുത്തേറ്റു മരിച്ചു കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടിമതിച്ച ശവം പോലെയും നിൻ്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. എന്താണ് നിന്ദ്യമായ ഒരു ചുള്ളി? ഞാൻ ചുള്ളി എന്ന് ചിന്തിക്കുമ്പോൾ നിന്ദ്യമായെന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളാതെ ഒരു ചുള്ളി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കമ്പാണ്. അത് കരിഞ്ഞ ഒരു കമ്പ്, വെറും ഒരു കമ്പ്, അതിൻ്റെ പദവിയെ ഇവനുള്ളൂ. പിന്നെ നമ്മൾ ഇവനെ കണ്ട് ഈ പേടിച്ചിട്ട് അയ്യോ ഭൂതമാണ് മറ്റേ എന്തെല്ലാം തരത്തിൽ എത്രയോ പേരാണ് ഓരോരുത്തരെ പോയി കണ്ടിട്ട് അത് ചെയ്യും, കാശി ചിലവാക്കി, യാഗം നടത്തി, മറ്റേ നടത്തി, മരിച്ച നടത്തി. എൻ്റെ ദൈവമേ, മനുഷ്യന് ബുദ്ധിയില്ല, എന്തോ ചെയ്യും? ദൈവം വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ അവനെ തോൽപ്പിച്ചു എന്ന്. ക്രൂശേൽ അവൻ ജയമെടുത്തെന്ന് ദൈവം പറയുന്നു. ഈ തോറ്റവനെ പിന്നെയും പീറ്റി കയറ്റി രാജാവാക്കി വെച്ച് നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ട് അസുഖം വരുത്തേണ്ട ആവശ്യമുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല.
ചെയ്യരുത്, അത് ചെയ്യരുത്. അത് സത്യം അറിയണം. അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. ഈ യെശയ്യാ 14 എടുത്ത് വായിക്കാൻ തുടക്കണം. നമ്മൾ ചില ഭാഗങ്ങൾ മാത്രം യെശയ്യാ 14 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആത്മാവിൽ വായിക്കുകയാണെങ്കിൽ ഇത്രമാത്രം ശക്തമായിട്ട് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ മർമ്മങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും. ദൈവം പാർപ്പിക്കുമെന്ന് നമ്മളെ. അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്ന് കൊള്ളും. എപ്പോഴാ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ പ്രവൃത്തി ഉണ്ടായാൽ ശത്രുക്കൾ പോലും നിനക്ക് അനുകൂലമായി വരുമെന്ന് സദൃശ്യവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പോട്ടെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ ഭവനത്തിലുള്ളവർ, പ്രായം ചെന്ന് പണ്ടുള്ള ഭവനങ്ങളിൽ പ്രായം ചെന്നവരെ കണ്ടാൽ നമ്മൾ ഇരിക്കത്തില്ല അവരുടെ മുമ്പിൽ, നമ്മളവരെ ബഹുമാനിക്കും. ഇന്ന് പ്രായം ചെന്നവരെ കൊണ്ടുപോയി വല്ല സ്ഥലത്തും കൊണ്ടാക്കി വെച്ചേച്ച് അപ്പനും അമ്മയും മക്കളും മാത്രം ന്യൂക്ലിയർ ഫാമിലി ഓരോ ഓർഡറും ഇല്ലാതെ ജീവിച്ചു വരുമ്പോൾ അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന എക്സാമ്പിളേ തെറ്റാണ്. എല്ലാം കുടുംബം ഛിദ്രമാക്കിയേച്ച് ദൈവത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. പിശാചിന് ഒത്തിരി സ്ഥാനം. ഞാനെന്നുള്ള ചിന്തയിൽ കടന്നു വരരുത്. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഞാൻ മൂലം മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും, അതാണ് ദൈവം ചെയ്യുന്നത്. അവനെ തന്നെ ഒഴിഞ്ഞു തന്നെന്നാണ് പറയുന്നത്. എനിക്കവരിൽ നിന്ന് എന്ത് കിട്ടണം എന്നുള്ള ചിന്തയെക്കാട്ടിലും ഞാൻ മൂലം മറ്റൊരാൾക്ക് എന്തുമാത്രം നന്മ ഉണ്ടാകും എന്ന ചിന്തയിൽ വേണം നമ്മൾ ദൈവവചനത്തോട് അടുത്ത് വരാൻ. കർത്താവിൻ്റെ പരിശുദ്ധാത്മ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ദുഷ്ടശക്തിയെ നശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നത്, ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്വദേശ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും അടക്കിക്കൊള്ളും. തങ്ങളെ ബദ്ധന്മാരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. യഹോവ നിൻ്റെ വ്യസനവും നീ ചെയ്യേണ്ടി വന്ന നിൻ്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ ദൈവത്തെക്കുറിച്ച് സ്തുതിക്കാൻ തുടങ്ങും. ദൈവമാണ് റിസ്റ്റോർ ചെയ്തത്. കർത്താവ് നമ്മളെ റിസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിരിക്കുക. പക്ഷെ പ്രാപിച്ചെടുക്കണമെങ്കിൽ അറിവ് വരണം. ഈ പിശാചിൻ്റെ പൊസിഷനെ കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് കുറച്ച് ഭാഗം വായിക്കാം. ഈ പിശാചിനെ ദൈവം തോൽപ്പിച്ചു കഴിഞ്ഞപ്പം അത് ഈ ആത്മാവിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മഹദിയാം ബാബിലോണ്, പിന്നെ ബാബേൽ ടവർ, ഇതൊക്കെ പിശാചിൻ്റെ തന്ത്രത്തിലാണ്. അവൻ്റെയൊക്കെ അവസാനം എന്തെന്ന് ചോദിക്കും, അവരൊക്കെ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നു എന്ന് പറയും. നിൻ്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. അതായത് വലിയ വാദ്യഘോഷവും ആഡംബരവും ഒക്കെ കാണിച്ചതെല്ലാം പിശാചിൻ്റെ തന്ത്രം, അവനെ ഇല്ലാതാക്കിയ പിശാചിൻ്റെ തന്ത്രങ്ങളും കൊണ്ട് നമ്മൾ അടിമയായി പോകുന്നതെന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം പറയുകയാണ്. എന്നിട്ടിപ്പോൾ അവൻ എവിടെ? അവൻ്റെ സ്ഥാനമിൽ. നമ്മളില്ലാത്ത സ്ഥാനം എന്തിനാ അവന് കൊടുക്കുന്നത്? അത് കഴിഞ്ഞ് പിന്നെ വായിക്കുന്നത്, നിൻ്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിട്ടിരിക്കുക. പറഞ്ഞില്ല, മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. ഞാൻ ഈ വെട്ടേറ്റ് വലംപരിച്ചായ അരുണോദയ ശുക്ര എന്ന് സത്യത്തിൽ ഞാൻ ആദ്യം കേട്ടത് ഒരു അമ്പലത്തിൽ നിന്ന് വിളിച്ചു പറയുന്നതാണ്. സത്യത്തിൽ അവർ പാട്ട് പാടുന്നതിനകത്ത് ഇതുണ്ട്. അവർക്കും സത്യം ആദ്യം അറിയായിരുന്നു. പിന്നെ പല ബുക്കുകൾ അതിൻ്റെ മേളിൽ എഴുതി മനുഷ്യൻ, അതായത് നമ്മുടെ ഒരു ഇമാജിനേഷനിൽ പല ബുക്കുകൾ എഴുതി സത്യം അതിൻ്റെ അടിയിലായി. ഇപ്പോൾ പല വേദങ്ങളിനകത്ത് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെട്ടേറ്റ് വീണ അരുണോദയ ശുക്ര എന്ന് പറയുന്നത് ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന ശത്രുവിനെ വെട്ടേറ്റ് വീഴ്ത്തി. അത് ഭൂമിയിൽ വീണു. അതുകൊണ്ടാണ് ഇവിടെ ഇരുട്ട്. പക്ഷേ അവനെ ജയിക്കാനാണ് യേശുക്രിസ്തു വന്ന് ക്രൂശിൽ മരണം ഏറ്റെടുത്ത് നമുക്ക് നിത്യജീവനെ തിരിച്ചു തന്നത്. ക്രൂശിൽ ജയമെടുത്ത ദൈവത്തിൻ്റെ മഹത്വം കാണാം. അതാണ് ഇപ്പം ഇനി ഈ ദിവസങ്ങളിൽ ക്രൂശ് മരണത്തിൻ്റെ സമയവും അതൊക്കെ ഓർക്കുന്ന സമയം. ക്രൂശ് കർത്താവ് ഒരു പ്രാവശ്യമായിട്ട് ഏറ്റെടുത്തു, ഇനി ഒരു പ്രാവശ്യം കൂടെ ക്രൂശ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നമ്മളെ ഈ പെസഹ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും
അതുപോലെ ഉയർപ്പുമൊക്കെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് ടു റിമൈൻഡ് us, ബിക്കോസ് വി ഹാവ് വെരി ലിറ്റിൽ മെമ്മറി. എല്ലപ്പോഴും ഓർത്തിരിക്കണം. അതാ പറയുന്നില്ല, എൻ്റെ ഫ്രഷ് മന്ന എന്നും കഴിക്കണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും കർത്താവിനെ ക്രൂശിക്കുകയല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഫോർ ബ്രിങ്ങിങ് ടു യുവർ മെമ്മറി, ടു ദി ഷോയിങ് ടു ദി യങ്ങർ ജനറേഷൻ ദാറ്റ് ഗോഡ് ഡിഡ് ഓൾ ദീസ് തിങ്സ് ഫോർ യുവർ വെൽഫെയർ. അതായത് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ഈ ദുഷ്ടനില്ല എന്ന് വേദപുസ്തകം പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ടാണ് അവൻ ചിന്തിച്ചതേ ഉള്ളൂ, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെയാകും, ഉത്തരദിക്കിൽ ഞാൻ കയറും, ദൈവത്തെ പോലെ ആകും. ആ ചിന്തിച്ച നിമിഷത്തിൽ അവനെ അടിച്ചു താഴ്ത്തി ഇട്ട ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരാതിരിക്കുമോ? നമ്മൾ എന്തിനാണ് ഇവന് ഇത്ര വലിയ സ്ഥാനം കൊടുക്കുന്നത്? അതുകൊണ്ടാണ് ആദ്യ വാക്യം അതിനിട്ട്, എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കലക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയും, തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്യുന്ന ഇവനല്ലയോ എന്ന് നിരൂപിക്കും. അപ്പം ഈ ദൈവത്തിൻ്റെ വാക്യം വ്യക്തമായിട്ടും പറഞ്ഞു, ഇവന് ശക്തി തീർന്നു, ഇവന് ശക്തിയില്ല. പക്ഷെ മനുഷ്യൻ ചുമ്മാതെ പലപ്പോഴും പുജ്ജബലമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യബലം കാണിക്കാൻ ചുമ്മാതില്ലാത്ത ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ചേച്ച് കുറേ കാണിക്കുന്നതുകൊണ്ട് ഒന്നും നേടുന്നില്ല. താൽക്കാലികമായിട്ടുള്ള, ഞാനീ സംസാരിക്കുന്ന ഒരു നിത്യരക്ഷയെക്കുറിച്ചാണ്. ജീവനുള്ള ആത്മാവ് നമ്മളിൽ വസിക്കണം. വലുതോ ചെറുതോ കാര്യങ്ങൾ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. ചെയ്യുന്നതെല്ലാം നല്ല വിത്തിട്ട് കിളിപ്പിക്കുന്നതായിരിക്കണം. അതായത് ഇറ്റേണിറ്റി എന്നും നിലനിൽക്കുന്നത്. ഇതൊക്കെ ദിനംപ്രതി നമ്മൾ അന്യോന്യം പറഞ്ഞില്ലേ നമ്മളും മറക്കും, മറ്റുള്ളവരും മറക്കും. അതുകൊണ്ടാണ് അവസാനം ഞാൻ വായിച്ച വാക്യം എടുക്കുന്നത്, നിന്നെയോ നിന്യമായൊരു ചുള്ളിയെപ്പോലെയും വാൾ കൊണ്ട് കുത്തേറ്റു മരിച്ചു കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെ കൊണ്ട് പൊതിഞ്ഞു. അതായത് ചുള്ളി കമ്പും അതിൻ്റെ പുറത്ത് മുഴുവൻ ശവങ്ങളും കിടന്നിട്ട് നിനക്ക് കല്ലറയിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്ന നിന്നെ ഒന്നിനും കൊള്ളാത്ത സ്റ്റേജിലാക്കി വെച്ച നിന്നെയാണോ ഞാനീ വെച്ച് പൂജിക്കുന്നത്? എന്ത് മനസ്സിലാക്കുക, ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ജയിച്ച ദൈവം. കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 17:4 പറയുന്നത്, ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി മുഴുവനും പൂർത്തിയാക്കിയെന്ന്. നമുക്കത് പറയാൻ കഴിയത്തില്ലേ? പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ ചെറിയൻ കീഴിലാണ് ജീവിക്കുന്നതെങ്കിൽ ദിനം പ്രതി ജയത്തിൻ്റെ കൊടി ഉയർത്തണ്ടേ? അത് ചെയ്തെടുക്കാൻ ദൈവം നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് പറയുന്നു, അനേക മക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ, അതായത് ഭയം കൊണ്ടാണ്, സംശയം കൊണ്ട് മുൻപോട്ട് പോകുന്നവർ എഴുന്നേക്ക്, പ്രകാശിക്ക്, നീ വിശ്വാസത്തിൽ വീരനായി മാറുക, നിൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരിക, ഉറച്ചു നിൽക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അനുഗ്രഹം, അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മൾ കണ്ണ് തുറന്ന് കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഹാഗാർ കടന്ന് കരയുമ്പോൾ ഇസ്മയേലിൻ്റെ കരച്ചിൽ, അബ്രഹാമിൻ്റെ സന്തതിയായ ഇസ്മയേലിൻ്റെ കരച്ചിൽ മൂലം വെള്ളം ഒഴിക്കുക എന്നാണ് പറയുന്നത്. അപ്പം ദൈവം നമ്മുടെ ഹാഗാറിൻ്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്. അവൻ്റെ സർവ്വശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ തലമുറകളെ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് അനുഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ പരിശുദ്ധാത്മാവിൽ നിൻ്റെ മഹാശക്തിയുടെ മുമ്പിൽ നീ സൃഷ്ടിച്ചതായ ദുഷ്ടപിശാച്ച് വെട്ടേറ്റ് നിലം പരിച്ചായ അരുണോദയ ശുക്ര, നീ എങ്ങനെയാണ് നിലം പരിച്ചായതെന്ന് പറഞ്ഞ് വചനം പഠിപ്പിക്കുന്നു. അമ്പലങ്ങളിൽ പോലും വിളിച്ചു പറഞ്ഞിട്ട് എന്തിനാണ് ഈ ദുഷ്ടശക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഭുജബലത്തിന് വേണ്ടി, അവനവൻ്റെ കാര്യം നേടാൻ, സമൂഹത്തിൽ ഒരു ചെറിയ ഗ്രൂപ്പ് വലുതാകാൻ വേണ്ടി കുറേ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ട് സത്യദൈവത്തെ മറച്ചു വെക്കുന്ന ദുഷ്ടപ്രവണത മാനുഷികത്വം തന്നെ അല്ലേ എന്ന് ചിന്തിക്കണം കർത്താവേ. എന്താന്നേലും പിശാചില്ലാത്തടത്തും മനുഷ്യൻ കയറി മഹദിയാം ബാബിലോൺ പണിയുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഭാഷ കലക്കിയതുപോലെ ശത്രുവിൻ്റെ സകലതന്ത്രങ്ങളും കലക്കി മാറ്റി വെച്ച് ഏക മനസ്സോടെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ ആത്മീക അനുഗ്രഹത്തിലേക്കും ദൈവത്തിൻ്റെ കൃപയിലേക്കും കടന്നു വരാൻ തലമുറകളെ നീ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ശിക്ഷണം കൂടെയുണ്ട് അപ്പച്ച. സ്നേഹിക്കുന്ന മക്കളെ അപ്പന്മാരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അത് ആവശ്യത്തിനുള്ള ശിക്ഷണം, ഇൻബാലൻസ് ഉള്ളി. കർത്താവെ, കൂടുതലായിട്ട് ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശിക്ഷിക്കെന്ന് പറയുമ്പം ആവശ്യത്തിനനുസരിച്ച് ഉപദേശം കൊടുത്ത് നേർവഴിക്ക് കൊണ്ടുവരുന്ന വചനം അയച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ദൈവവഴിക്ക് വിപരീതമായിട്ട് പോകുന്നുവെങ്കിൽ അവരുടെ മുമ്പിൽ ക്രൂശ് നാട്ടി വെച്ചിട്ട് ഇത് കടന്നു പോകാതെ നിനക്ക് പോകാനൊക്കത്തില്ല, കാരണം ജയിച്ചവനായ ദൈവത്തിൻ്റെ കുരിശ് ഇവിടെ നാട്ടിയിരിക്കുന്നു കർത്താവെ. അങ്ങനെ നിൻ്റെ ക്രൂശിൻ്റെ മരണത്തിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പം
നാഥൻ തലമുറകളെ തിരിച്ചുകൊണ്ടെന്ന് ഞങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ നേർവാതയിലേക്ക് കൊണ്ടുവന്ന ദൈവം അവരെയും കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നാഥൻ, യു ആർ എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. തുടങ്ങിയൊരു പ്രവർത്തനം പൂർത്തിയാക്കാൻ അവിടുന്ന് വിശ്വസ്തൻ തന്നെ. അവിടുന്ന് അത് ചെയ്തിരിക്കുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.